ഹലോ, ഞാൻ ഈ തിരക്കിട്ട് എങ്ങോട്ടായി ഓടിപ്പിടിച്ച് പോകുന്നതെന്നല്ലേ? അതെ, ഞാൻ മാംഗ്ലൂർ ടു തൃശ്ശൂർ ഒന്ന് ട്രാവൽ ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. കുറേ നാൾ കാത്തിരുന്ന് പ്രിൻസിപ്പളോടൊക്കെ യുദ്ധം ചെയ്ത് ലീവൊക്കെ മേടിച്ച് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്തു. അവിടെ എത്തി. രാവിലെ എത്തുമ്പോൾ എല്ലാവരും കിടന്നുറക്കമാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് 6 മണിയായേ. വണ്ടി കുറച്ച് ഡിലേ ആയിരുന്നു, ബസ്സിനായിരുന്നു ട്രാവൽ ചെയ്ത്. അവിടെ എത്തിയപ്പോഴത്തേക്കും അങ്കിളുമാരൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടുണ്ട്. അപ്പോഴാണ് രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും ഇവർക്കെല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് മുറ്റത്തൊരു ബോർഡ്. ഇതിൽ കുറച്ച് അടിപൊളിയായ കാര്യങ്ങളൊക്കെ മണവാളിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. അങ്ങനെ അപ്പവും സ്റ്റൂ ഒക്കെ കഴിച്ച് അപ്പോഴേക്കും ഞങ്ങളുടെ കല്യാണ ചെറുക്കൻ റെഡിയായി എത്തിയിട്ടുണ്ട്. മേക്കപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ട് നേരെ പള്ളിയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ ദാണ്ട് കിടക്കുന്ന അടുത്ത ഫ്ലെക്സ്. ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ചെക്കൻ ഒരു വൈബ് പൊളിയാളാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയിലേക്കുള്ളിൽ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും ദാ എത്തി. അങ്ങനെ അവരുടെ ലൈഫിൽ എല്ലാവരും കാത്തിരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു സുന്ദര നിമിഷം ഇതാ ഇവിടെ പൂവണിയാൻ പോവുകയാണ്. അങ്ങനെ സച്ചുവും റിയയും, ഇവരെ വിളിക്കുന്ന ഇരട്ടപ്പേരാണ്. സച്ചിൻ എന്ന പേരും പിന്നെ റിയ എന്നുള്ള പേരുമാണ്. അവരെ ഇരട്ടപ്പേരായിട്ട് വിളിക്കുന്നത് സച്ചു പിന്നെ റിയാത്തു എന്നാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ടു ഹാർട്ടാണ് എനിക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ അവരുടെ കല്യാണം നല്ല അതിമനോഹരമായി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ റിയാത്തുനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ കാണും, ഇതിൽ പെണ്ണാണോ ഞങ്ങളുടെ ഫ്രണ്ട്, ചെക്കനാണോ ഒരു ഫ്രണ്ട്, അതിനൊക്കെ ഒരു കുഞ്ഞ് സ്റ്റോറി ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കല്യാണത്തിന് ശേഷം ഒരു നല്ല ചെറിയ കലാപരിപാടി ഉണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പോവുകയാണ്. ഇതാണ് ആ കലാപരിപാടി. അങ്ങനെ കലാപരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു ചെറിയ സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നുമല്ല. ഈ സച്ചു ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ സച്ചു വളച്ചൊടിച്ച് കയ്യിലാക്കിയതാണ് ഈ റിയാത്തുവിനെ. അങ്ങനെ റിയാത്തു കുടുംബത്തേക്ക് നിലവിളക്കൊക്കെ പിടിച്ച് കയറി. അതിനുശേഷം അവിടെ കുറച്ച് സെൻറ്റിമെൻ്റൽ ഡാമേജും ബാൻഡേജിങ്ങും ഒക്കെ ആയിരുന്നു. പുറകിലൊരാളുടെ നിപ്പ് കണ്ടോ, ഇമോഷണലി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അവിടെ. ഈ ചടങ്ങൊക്കെ കാണാൻ കുറച്ച് ഇമോഷണലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ സച്ചു ഞങ്ങളുടെ റിയാത്തുനെ നന്നായിട്ട് നോക്കുമെന്നുള്ള ഉറപ്പുണ്ട്. അടിപൊളിയാവട്ടെ.